നെടുമ്പാലി കൂടിയുണ്ട്. ഫൈസൽ, ഇപ്പോൾ ഈ വെടിവെക്കാനുള്ള ഉത്തരവായിട്ടുണ്ട്. ഈ പ്രദേശത്ത് ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശം എങ്ങനെയാണ്? വർഷ, പ്രദേശത്ത് ഇന്ന് രാവിലെ മുതൽ തന്നെ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രദേശങ്ങളിലൊക്കെ തന്നെ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വൈകിട്ടോടുകൂടി കടുവയെ കാട്ടിലേക്ക് തുരത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലായിരുന്നു വനം വകുപ്പ് ഉണ്ടായിരുന്നത്. അതിനുള്ള നടപടികളൊക്കെ തന്നെ ആരംഭിച്ചതാണ്. നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന വയലിലാണ് ഇപ്പോൾ ഈ കടുവയുള്ളത്. പുളിക്കൽ എന്ന് പറയുന്ന ഒരു പ്രദേശമാണിത്. ഈ ഒരു പ്രദേശത്താണ് ഈ ഒരു കടുവ കുറെ നേരമായിട്ട് തമ്പടിച്ചിരിക്കുന്നത്. ഉച്ചയോടുകൂടിയാണ് കടുവ ഈ പ്രദേശത്ത് കണ്ടത്. അപ്പോൾ ഉച്ച മുതൽ തന്നെ വനംവകുപ്പിന്റെ നിരീക്ഷണം ഈ ഒരു ഭാഗത്ത് ശക്തമായി തന്നെ തുടരുകയായിരുന്നു. വൈകിട്ടോടുകൂടി കടുവയെ ആദ്യഘട്ടത്തിൽ കാട്ടിലേക്ക് തുരത്താനുള്ള നടപടി ഉണ്ടാകുമെന്ന് തന്നെയായിരുന്നു DFO അറിയിച്ചത്. പിന്നീട് കൂടുവെക്കാനുള്ള നടപടികളിലേക്കായിരിക്കും കടക്കുക. അതിനുശേഷം മയക്കുവെടി വെക്കുമെന്നുള്ള ഉത്തരവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നിലവിലെ ഒരു സാഹചര്യം വെച്ചിട്ട് ഈ കടുവ ഇപ്പോൾ ഈ ഒരു വയലിൽ തന്നെ തുടരുകയാണ്. എന്തായാലും മറ്റ് എവിടേക്കും കടുവ പോയിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണെങ്കിലും കടുവ പോകാനുള്ള ഒരു സാധ്യത വനംവകുപ്പ് തള്ളിക്കളയുന്നില്ല. ഈ പ്രദേശത്തിന്റെ ചുറ്റുഭാഗവും വനംവകുപ്പിന്റെ 80ഓളം അടങ്ങുന്ന ടീം ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കൃത്യമായിക്കൊണ്ടുള്ള നിരീക്ഷണം, അതുപോലെ പടക്കം പൊട്ടിച്ചുകൊണ്ടും കടുവയെ തുരത്താനുള്ള നടപടികളൊക്കെ തന്നെയായിരുന്നു നേരത്തെയൊക്കെ ചെയ്തിരുന്നത്. കടുവ നേരത്തെ ഉണ്ടായിരുന്ന ഭാഗത്ത് നിന്ന് ഒരല്പം മുന്നോട്ട് നീങ്ങി വീണ്ടും അതേ ഭാഗത്തേക്ക് തന്നെ എത്തിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും ഈ ഭാഗത്തൊക്കെ തന്നെ കനത്ത ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ആളുകളെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ഇപ്പോഴും ഒഴിയുന്നില്ല എന്നുള്ളതാണ്. ഇന്നലെ രാവിലെ 9 മണിക്കാണ് കടുവയെ ഈ ഒരു പ്രദേശത്ത്, ഇവിടെയല്ല, തൊട്ടടുത്ത് പടിക്കവയൽ എന്ന് പറയുന്ന പ്രദേശത്ത് കടുവയെ കണ്ടത്. പടിക്കവയൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഒരു പ്രദേശത്ത് നിന്ന് ഏകദേശം 4 കിലോമീറ്റർ അപ്പുറമാണ്. അവിടെ നിന്ന് കടുവ നടന്നുകൊണ്ടാണ് ഇവിടേക്ക് എത്തിയത്. അപ്പം ഇവിടെ നിന്ന് തൊട്ടടുത്ത നീർവാരം വനമേഖലയിലേക്ക് തുരത്താനായിരുന്നു വനംവകുപ്പിന്റെ നീക്കം. എന്നാൽ കടുവ ഇപ്പോൾ യാതൊരു മൂവ്മെന്റും നടത്തുന്നില്ല. അല്പം മൂവ്മെന്റ് നേരത്തെ നടത്തി വീണ്ടും ഇപ്പോൾ അതേ സ്ഥലത്ത് വന്ന് ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ വനംവകുപ്പ് കനത്ത ജാഗ്രതാ നിർദ്ദേശം ഈ ഭാഗത്തേക്ക് വീടുകളിൽ നിന്നുള്ള ആളുകളൊന്നും തന്നെ പുറത്തേക്ക് ഇറങ്ങരുത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വനംവകുപ്പ് നൽകിയിട്ടുണ്ട്. ഇവിടെ കൃത്യമായിക്കൊണ്ട് വനംവകുപ്പിന്റെയും പോലീസിന്റെയും RRT സംഘങ്ങളുടെയും ഒക്കെ ഫോഴ്സ് ഈ ഒരു ഭാഗത്ത് തമ്പടിച്ചിരിക്കുന്നു. ഏറെ നേരത്തെ പടക്കം പൊട്ടിച്ചു. പക്ഷേ കടുവ ഇതുവരെ ഈ ഭാഗത്ത് നിന്ന് പോയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കടുവയെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള കൂടും ഈ ഒരു പ്രദേശത്ത് എത്തിച്ചിട്ടുണ്ട്. എന്തായാലും അല്പസമയം കൂടി ഈ കടുവയെ തുരത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ തുടരുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം ആ ഒരു നടപടി ഫലപ്രദമായില്ലെങ്കിൽ അടുത്ത ഘട്ടത്തിൽ ഈ പ്രദേശത്ത് തന്നെ കൂടുവെക്കാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ കാണുന്നത്. അതിനുശേഷം വനംവകുപ്പ് ഈ മയക്കുവെടി വെക്കുന്നതിലേക്കൊക്കെ തന്നെ കടക്കും. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ആശങ്ക ഇപ്പോഴും ഒഴിയുന്നില്ല എന്നുള്ളതാണ്. 2ാമത്തെ ദിവസമാണ് കടുവ ജനവാസ മേഖലയിൽ തമ്പടിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ ഒരു മേഖലയുടെ ചുറ്റുഭാഗവും ജനവാസ മേഖലയാണ്. 100% ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖല തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് കടുവ മറ്റേതെങ്കിലും ഭാഗത്തേക്ക് പോവുകയാണെങ്കിലും അത് പ്രശ്നം കൂടുതൽ ഗുരുതരമാകും എന്നുള്ള കാര്യത്തിലൊന്നും തന്നെ ഒരു തരത്തിലുമുള്ള സംശയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം അതീവ ഗൗരവമായിക്കൊണ്ട് വനംവകുപ്പ് ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ കൃത്യമായിക്കൊണ്ടുള്ള നടപടികൾ ആരംഭിക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ സമയം 8 മണി ആകാറാവുന്നു. അപ്പോൾ ഇനിയും സമയം വൈകുന്തോറും ഈ ഒരു പ്രശ്നം ഗുരുതരമായിക്കൊണ്ടിരിക്കും. രാത്രിയോടുകൂടി കടുവ മറ്റേതെങ്കിലും ഭാഗത്തേക്ക് മൂവ് ചെയ്യുകയാണെങ്കിലും അതും പ്രശ്നം കൂടുതൽ വഷളാകും എന്നുള്ള കാര്യത്തിൽ എന്തായാലും സംശയമില്ല. കൃത്യമായിക്കൊണ്ടുള്ള ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള നിരീക്ഷണമാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. തെർമൽ ഡ്രോണാണ്. കടുവയുടെ ചലനങ്ങൾ കൃത്യമായി നിരീക്ഷിക്കാൻ കഴിയുന്ന തരത്തിലുള്ള തെർമൽ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ മറ്റു നടപടിയിലേക്ക് വനംവകുപ്പ് കടക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ 2ാം ദിവസമാണ് കടുവ ജനവാസ മേഖലയിൽ തമ്പടിച്ചിരിക്കുന്നത്. എന്തായാലും ഡ്രോൺ അടക്കം ഉപയോഗിച്ചുള്ള പരിശോധന അവിടെ തുടരുകയാണ്. കടുവയെ വെടിവെക്കാനുള്ള ഉത്തരവുമായിട്ടുണ്ട്. പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശവും തുടരുന്നുണ്ട്. ഫൈസൽ നെടുമ്പാലയും സെൻസ ശോഭാചന്ദ്രനുമാണ് വിവരങ്ങൾ നൽകുന്നത്.